ഹായ് ഫ്രാൻസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നലത്തെ ലഞ്ച് ബോക്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഫീദിന് മാത്രമേ ഇന്ന് ലഞ്ച് ഉണ്ടാക്കുന്നുള്ളൂ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഉച്ചയ്ക്ക് മുബീനാത്താടം കാണുന്നു. മുഫീദിനെ വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഉമ്മായെയും മുസമ്മിലിനെയും കൂടെ മുബീനാത്താടങ്ങോട്ടാക്കി. പിന്നെ ഞാൻ അവിടുത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയായപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അത് തന്നെയാണ് കേട്ടോ കൊണ്ടാക്കിയത്. അപ്പം ഞാൻ വന്ന പാടെ മുസമ്മിൽ എൻ്റെ ഉമ്മിച്ചിയാ ഇത് എന്നും പറഞ്ഞ് താണ്ടെ വെളിയിലിറങ്ങി വന്ന് നിൽക്കുവാണ്. ഞാൻ ചെന്നപ്പോൾ പിന്നെ അവരുടെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീട്ടിലും ഇറച്ചിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇറച്ചി കറി വയ്ക്കലും വറട്ടലും അങ്ങനെ അടുപ്പിലാണ് കേട്ടോ വറട്ടുന്നത്. ഉമ്മയാണ് വറട്ടുന്നത്. അങ്ങനെ ആ പരിപാടികളെല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് സജീവൊക്കെ വന്നു ചീനിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ അതും കൂട്ടാനാക്കി അങ്ങനെ എല്ലാം സെറ്റാക്കി വിളമ്പി ടേബിളിൻ്റെ അകത്ത് വെച്ചതാണ്. വറട്ടിയതും പപ്പടവും ചീനിയും ഇറച്ചിക്കറിയും ചോറും പിന്നെ പരിപ്പുണ്ടായിരുന്നു കേട്ടോ, അത് എടുത്തു വെക്കാൻ മറന്നുപോയി. പിന്നെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ കാര്യം ഓർത്തത്. അപ്പോഴേക്കും ചോറ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. പിന്നെ അവർ രണ്ടുപേരും ഇരുന്ന് ചോറൊക്കെ കഴിച്ചു. അവരെല്ലാവരും കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചോറ് കഴിക്കാനിരുന്നത്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് എല്ലാവരും വിശ്രമിച്ചു. കടയിലോട്ടും പോയി. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ, വൈകുന്നേരമല്ല രാത്രി ആയപ്പോഴേക്കും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കുളിച്ച് റെഡിയായിട്ട് വീണ്ടും ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. പിന്നെ കുറച്ച് നേരം ഒരു എൻ്റർടൈൻമെൻ്റ് തന്നെയായിരുന്നു. ഒരു പൈനാപ്പിൾ കിടന്നത്, അതും കൂടി എടുത്ത് ജ്യൂസ് അടിച്ച് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ കാപ്പിക്ക്. ഉച്ചക്കത്തെ കറി ഉണ്ടായിരുന്നല്ലോ. മുഫീദാണെങ്കിൽ അതിനിടയ്ക്ക് ഒന്ന് പിണങ്ങി. അങ്ങനെ സജീവൊക്കെ അവനെ സമാധാനിപ്പിച്ചെടുത്ത് ജ്യൂസൊക്കെ കൊടുക്കുവാണ്. പിന്നെ ഞങ്ങളുടെ കാപ്പി കൂടി എല്ലാം കഴിഞ്ഞ് ഉമ്മ ഇന്ന് അവിടെ സ്റ്റേ ആണ്. ഞാനും ഉക്കായും പിള്ളേരും കൂടി രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ വീട്ടിലോട്ട് വന്നു. താങ്ക്